ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് കുറച്ച് ചരിത്രം പഠിക്കാം. എങ്ങനെയാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ചതെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത് ഒരു ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത്. അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഏകദേശം 20th സെഞ്ച്വറിയിലാണ് രൂപപ്പെട്ടത്. 20th സെഞ്ച്വറി. പണ്ട് ഇന്ത്യയിൽ 19ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരുപാട് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് പണ്ട് തന്നെ. അപ്പോൾ അന്ന് ഫാമിൻ ഒരുപാടുണ്ടായിരുന്നു. അതായത് വരൾച്ച ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, 1861, 1866, 1873, 1876 ഈ സമയങ്ങളിലൊക്കെ വലിയ വരൾച്ച അനുഭവപ്പെട്ടു. അപ്പോൾ അന്ന് കർഷകർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് മണി ലെൻഡേഴ്സിനെയാണ് അവർ പൈസയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിന് ഇവരെന്ത് ചെയ്യും, മണി ലെൻഡേഴ്സാണ് ഇതിന് ഫണ്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഏകദേശം 70-75% ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അവർ. അപ്പോൾ ഈ ഫാമിനും ഇതൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, കലാപങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഏകദേശം 1875-74 ആ സമയത്തൊക്കെ അഗ്രികൾച്ചർ റയോട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ സമയത്ത് എന്ത് ചെയ്തു, 1879 സമയത്ത് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് പാസ്സാക്കി. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. അത് പാസ്സായ വർഷം 1879. അത് മാത്രമല്ല, ആ സമയത്ത് ഇന്ത്യയിലൊരു ഫാമിൻ കമ്മീഷൻ രൂപീകരിച്ചു. അത് 1880. ഫാമിൻ കമ്മീഷൻ ഇൻ ഇന്ത്യ. അതെപ്പോഴായിരുന്നു? 1880. നമ്മൾ മിക്കവാറും HDCക്കൊക്കെ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെന്ത് ചെയ്തു, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് പാസ്സാക്കി. ഇത് പാസ്സാക്കിയ വർഷം 1883. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്. ഇത് കൂടാണ്ട് അഗ്രികൾച്ചറൽ ലോൺ ആക്ട്, അത് 1884. അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. ഈ അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്റ്റും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തക്കവി ലോസ് എന്ന് പറയുന്നത്.
ഇതിനെ രണ്ടിനെ തക്കവി ലോസ് എന്ന് പറയും. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1883യും അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884 കൂടെ ചേർത്ത് തക്കവി ലോസ് എന്ന് പറയും. ഇനി ഈ തക്കവി ലോസിൻ്റെ ഉപയോഗം എന്തിനായിരുന്നു? ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അഗ്രികൾച്ചറിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് തക്കവി ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്തിന്? ടു അഗ്രികൾച്ചർ. ഓക്കെ, ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന സമയത്ത്. പക്ഷേ ഇതുകൊണ്ടൊന്നും വേണ്ടത്ര രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ബാങ്കുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ രൂപീകരിക്കണമെന്ന് ഈ ഫാമിൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതായത് നമ്മൾ പറഞ്ഞു ഫാമിൻ കമ്മീഷൻ രൂപീകരിച്ചെന്ന്. ഫാമിൻ കമ്മീഷൻ എന്തു പറഞ്ഞു? അഗ്രികൾച്ചറൽ ബാങ്കുകൾ പിന്നെന്താണ്? മ്യൂച്വൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇത് രണ്ടും രൂപീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു. അങ്ങനെ 1892 ലോർഡ് വെൻലോക്ക്, നമ്മളെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് വെൻലോക്ക് 1892 ആരായിരുന്നു? ലോർഡ് വെൻലോക്ക്. അദ്ദേഹം ആരായിരുന്നു? ആ സമയത്ത് മദ്രാസ് ഗവർണറായിരുന്നു. ഗവർണർ ഓഫ് മദ്രാസ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് മിസ്റ്റർ ഫ്രെഡറിക് നിക്കിൾസണ്, അന്ന് ICS ഓഫീസറായിരുന്നു. അതായത് അവിടുത്തെ മദ്രാസ് കളക്ടറായിരുന്ന മിസ്റ്റർ ഫ്രെഡറിക് നിക്കിൾസൺ എന്ത് ചെയ്തു? ചുമതലപ്പെടുത്തി ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച്, യൂറോപ്പിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫ്രെഡറിക് നിക്കിൾസൺ എന്ന് പറഞ്ഞു? സ്റ്റഡി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. ഇതൊക്കെ നമ്മൾ HDC പഠിച്ച കാര്യമാണ്, ജസ്റ്റ് റിവൈസ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഫ്രെഡറിക് നിക്കിൾസൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഇതൊക്കെ പഠിച്ചിട്ട്. ഫസ്റ്റ് റിപ്പോർട്ട് 1895 രണ്ടാമത്തെ റിപ്പോർട്ട് 1897 ഫൈനൽ റിപ്പോർട്ട് 1899 കൊടുത്തു. ഫസ്റ്റ് റിപ്പോർട്ട് എപ്പോഴാണ് കൊടുത്തത്? 1895. സെക്കൻഡ് റിപ്പോർട്ട് 1897. ഫൈനൽ റിപ്പോർട്ട് 1899 കൊടുത്തു. എന്നിട്ട് നിക്കിൾസൺ പറഞ്ഞൊരു ഫേമസ് കാര്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് റൈഫീസൺ എന്നാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പണ്ട്. ഫൈൻഡ് റൈഫീസൺ എന്ന് പറഞ്ഞു. ഇനി ആരായിരുന്നു റൈഫീസൺ എന്ന് പറയുന്നത്?
ജർമ്മനിയിലെ ഒരു പ്രമുഖനായ കോർപ്പറേറ്റർ ആയിരുന്നു റെയ്ഫീസൻ എന്ന് പറയുന്നത്. ആരായിരുന്നു? ജർമ്മനിയിലെ ഒരു കോർപ്പറേറ്റർ, ഒരു സഹകാരിയായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ചു ജർമ്മനിയിൽ 1862. ഫസ്റ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബാങ്ക് എവിടെ? ജർമ്മനിയിൽ. ഏത് വർഷം? 1862. ഇതാണ് അദ്ദേഹം ചെയ്തത്, ആദ്യത്തെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബാങ്ക്. അത് ജർമ്മനിയിൽ 1862 തുടങ്ങി. അപ്പോൾ നമ്മൾ ഫ്രെഡറിക് നിക്കൽസൺ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയതുപോലെയുള്ള ബാങ്കുകൾ ഇന്ത്യയിൽ രൂപീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് 1901 ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നമുക്കറിയാം 1901 ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ എഡ്വേർഡ് ലോ എന്ന ആളായിരുന്നു ചെയർമാൻ. പിന്നെ കമ്മിറ്റി മെമ്പർ ഫ്രെഡറിക് നിക്കൽസനും ഉണ്ടായിരുന്നു, ഡ്യൂപ്പർനിക്സ് എന്നൊരാളും ഉണ്ടായിരുന്നു. ഓക്കെ, ആരൊക്കെ ഉണ്ടായിരുന്നു? എഡ്വേർഡ് ലോ, ഡ്യൂപ്പർനിക്സ്, പിന്നെ നമ്മുടെ ഫ്രെഡറിക് നിക്കൽസൺ. ഇത് മൂന്നുള്ള കമ്മിറ്റി രൂപീകരിച്ചു. ഇവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1852 അതിൻ്റെ മോഡലിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഏതിൻ്റെ മോഡലാണ്? മോഡൽ ഓഫ് ഇംഗ്ലീഷ് ഫ്രണ്ട്ലി societies and industrial and providence society. Societies Act ആണ് കേട്ടോ. ആക്ട് 1852 ആ മോഡലിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നൊരു ബില്ല് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അത് 25 മാർച്ച് 1904 ഇന്ത്യയിൽ അത് എന്ത് ചെയ്തു? പാസ്സാക്കി. 25 മാർച്ച് 1904 അതിലെന്ത് ചെയ്തു? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കി ഇന്ത്യയിൽ.
നമുക്ക് ഒന്നേന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു 1861, 1862, 73, 76 കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഫാമിനായിരുന്നു. അതായത് വരൾച്ച സംഭവിച്ച് കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഫണ്ട് മണി ലെൻഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്തു? ഒരു 70%, 76% വരെയൊക്കെ പലിശ അവർ കണക്കാക്കി വാങ്ങിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് ഗവൺമെൻറ് ഡെക്കാൻ അഗ്രികൾച്ചർ ലീഫ് ആക്ട് പാസ്സാക്കി 1879. പോരാതെ ഫാമിൻ കമ്മീഷൻ രൂപീകരിച്ചു 1880. പോരാത്തതിന് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1883 അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884 രൂപീകരിച്ചു. ഈ 2 ആക്റ്റുകൾ, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്റ്റും അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? തക്കവി ലോസ് എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നു. ഈ തക്കവി ലോസ് പ്രകാരം എന്ത് ചെയ്തു? ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്തു? അഗ്രികൾച്ചറിന് കൊടുത്തു. കൃഷിക്ക് ഡയറക്റ്റായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് ഈ തക്കവി ലോസ്. പക്ഷെ അത് തികയാത്തോണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു? ഫാമിൻ കമ്മീഷൻ എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ബാങ്കുകളും മ്യൂച്വൽ ക്രെഡിറ്റ് സൊസൈറ്റികളും രൂപീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ലോർഡ് വെൻലോക്ക്, ആ സമയത്ത് 1892 ഉണ്ടായിരുന്ന ലോർഡ് വെൻലോക്ക് മദ്രാസ് ഗവർണറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രെഡറിക് നിക്കൽസനെ ചുമതലപ്പെടുത്തി. എന്തിന്? കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് യൂറോപ്പിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിച്ചിട്ട് 3 റിപ്പോർട്ടുകളായിട്ട് കൊടുത്തു. ഫസ്റ്റ് റിപ്പോർട്ട് 1895, സെക്കൻഡ് റിപ്പോർട്ട് 1897, ഫൈനൽ റിപ്പോർട്ട് 1899. ഈ 3 റിപ്പോർട്ടിൽ അദ്ദേഹം അതിൽ ലാസ്റ്റ് പറഞ്ഞത് ഫൈൻഡ് റെയ്ഫീസൺ എന്നാണ്. ഈ റെയ്ഫീസൺ ആരാണ്? ജർമ്മനിയിലെ ഒരു കോപ്പറേറ്ററാണ്. ആരാണ്? ജർമ്മനിയിലെ ഒരു കോപ്പറേറ്റർ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബാങ്ക് ജർമ്മനിയിൽ ഉണ്ടാക്കി. ഏത് വർഷം? 1862. അപ്പോൾ 1901 കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയിൽ എഡ്വേർഡ് ലോ കമ്മിറ്റിയാണത് ചെയർമാൻഷിപ്പ്, എഡ്വേർഡ് ലോ കമ്മിറ്റിയിലാണ്. അപ്പോൾ അദ്ദേഹം മോഡൽ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രീതിയിൽ, മോഡൽ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡൻസ് സൊസൈറ്റീസ് ആക്ട്, ആ ബേസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ പറഞ്ഞിട്ട് 25 മാർച്ച് 1904 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു.